54 വർഷത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം വിജയകരം. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിന്റെ ലോഞ്ച് പാഡിൽ നിന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 4:06 വിക്ഷേപണം. 4 ബഹിരാകാശ സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള ഓറിയോൺ പേടകം ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തി. ചാന്ദ്രപഥത്തിൽ പേടകം എത്തുന്നതോടെ ആദ്യമായി ഒരു വനിതയെയും കറുത്ത വർഗ്ഗക്കാരനെയും അമേരിക്കൻ ഇതര ബഹിരാകാശ യാത്രികനെയും ചന്ദ്രനിലെത്തിക്കുന്ന ചരിത്ര ദൗത്യമായി മാറും ആർട്ടിമിസ് 2. 54 വർഷം മുൻപ് ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ച അപ്പോളോ 17 അതേ ലോഞ്ച് പാഡിൽ നിന്നാണ് നാസയുടെ ആർട്ടിമിസ് 2 കുതിച്ചുയർന്നത്. തുടക്കത്തിലെ ചെറിയ സാങ്കേതിക തകരാറുകളെ തുടർന്ന് നിശ്ചയിച്ചതിലും 11 മിനിറ്റ് വൈകിയാണ് വിക്ഷേപണം നടന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്പേസ് ലോഞ്ച് സിസ്റ്റം 4 ബഹിരാകാശ യാത്രികരുമായുള്ള ഓറിയോൺ പേടകത്തെ വഹിച്ചു. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വലിയ ജനാവലി തന്നെ ഒത്തുകൂടി. TLS is go for core stage engine start. Roger, roll pitch. പത്തു ദിവസത്തെ ദൗത്യത്തിൽ ചന്ദ്രപഥത്തെ ചുറ്റി തിരിച്ചെത്തുകയാണ് ലക്ഷ്യം. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന ആർട്ടിമിസ് 3 ദൗത്യത്തിലേക്കുള്ള നിർണായക പരീക്ഷണഘട്ടമാകും ഇത്. ആദ്യത്തെ 2 ദിവസം ആർട്ടിമിസ് 2 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ തുടരുന്ന പേടകം അടുത്ത 24 മുതൽ 48 മണിക്കൂറിൽ ചന്ദ്രനോടടുക്കും. ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം 7400 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലൂടെയാകും പേടകം ഭ്രമണം ചെയ്യുക. ചന്ദ്രപഥത്തിൽ മനുഷ്യന്റെ അതിജീവനത്തിനാവശ്യമായ വായു, ജലം, താപനില തുടങ്ങിയവ നിയന്ത്രിക്കുന്ന ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ പരിശോധനയാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. മൂൺ കോളനി എന്ന നാസയുടെ സ്വപ്നത്തിന് അടിത്തറ പാകുന്നതാകും ദൗത്യം. മനുഷ്യവാസം ചന്ദ്രഗോളത്തിലേക്കും പിന്നീട് ചൊവ്വയിലേക്കും എന്നതാണ് ആ സ്വപ്നം. നാസയുടെ റീഡ് വൈസ്മാനാണ് ക്രൂ കമാൻഡർ. വിക്ടർ ഗ്ലോവറാണ് ടെസ്റ്റ് പൈലറ്റ്. അമേരിക്കയുടെ ക്രിസ്റ്റീന കോച്ച്, കനേഡിയൻ ബഹിരാകാശ യാത്രികൻ ജെറമി ഹാൻസൻ എന്നിവരാണ് മിഷൻ സ്പെഷ്യലിസ്റ്റുകൾ. ദൗത്യം വിജയകരമായാൽ ഏപ്രിൽ 10 പേടകം പസഫിക് സമുദ്രത്തിൽ വന്നിറങ്ങും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.